അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1462. സൂറത്തുൻ നഹൽ 77 മുതൽ 79 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർള് وما أمر الساعة إلا كلمح البصر أو هو أقرب إن الله على كل شيء قدير والله أخرجكم من بطون أمهاتكم لا تعلمون شيئا وجعل لكم السمع والأبصار والأفئدة لعلكم تشكرون ألم يروا إلى الطير مسخرات في جو السماء ما يمسكهن إلا الله إن في ذلك لآيات لقوم يؤمنون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. വലില്ലാഹി അല്ലാഹുവിനുള്ളതാകുന്നു ഗൈബുസ്സമാവാതി വൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ഇന്ദ്രിയാതീത ജ്ഞാനം. വമാ അംറു സാഅത്തി, അന്ത്യനാളിന്റെ കാര്യമല്ല, ഇല്ലാ കലംഹിൽ ബസരി, കണ്ണിമ വെട്ടുന്നത് പോലെ അല്ലാതെ അല്ല, ഓഹു അഖറബ്, അല്ലെങ്കിൽ അതിനേക്കാളും അടുത്തല്ലാതെയുമല്ല. അഥവാ അന്ത്യനാളിന്റെ കാര്യം ഒരു കണ്ണിന്റെ പോള അടച്ചു തുറക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ അതിലും എളുപ്പത്തിൽ നടക്കുന്നതാണ് എന്നർത്ഥം. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിശ്ചയം അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു. വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും, അല്ലാഹു നിങ്ങളുടെ ഉമ്മമാരുടെ ഉദരത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു. ലാ തഅലമൂന ഷൈഅൻ, നിങ്ങളൊന്നും അറിയാത്തവരായ നിലക്ക്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, എന്നിട്ട് നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ഹൃദയവും അല്ലാഹു നൽകി. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായി തീരാൻ വേണ്ടി. അലം യറൗ, അവർ നോക്കുന്നില്ലയോ, ഇല ത്വയ്രി, പക്ഷിയിലേക്ക്, മുസഖറാത്തിൻ, അവകൾ കീഴ്പ്പെടുത്തപ്പെട്ടവയായ നിലക്ക്, ഫി ജബ്ബിസ്സമായി, ആകാശമണ്ഡലത്തിൽ, അന്തരീക്ഷത്തിൽ, മാ യുംസിക്കുഹുന്ന ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ അവയെ പിടിച്ചു നിർത്തുന്നില്ല. ഇന്ന ഫീ ദാലിക, പക്ഷികളുടെ ഈ പറക്കലിലുണ്ട്, ആയാത്തിൻ, ദൃഷ്ടാന്തങ്ങളുണ്ട്, ഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ജനതക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ള, വിചാരിച്ചതുപോലെ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെയും ആ അല്ലാഹുവിന് സമന്മാരാണ് എന്ന് പറഞ്ഞ് മുശ്രിക്കുകൾ സ്ഥാപിച്ച, സംസാരിക്കാൻ കഴിയാത്ത, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത, എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കാൻ പോലും സാധിക്കാത്ത വസ്തുക്കളെ സാമ്യപ്പെടുത്തുന്നത് എന്തുമാത്രം ബുദ്ധിശൂന്യതയാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു തആല ശിർക്കിനെ എതിർത്തപ്പോ ആ കൂട്ടത്തിൽ അതിനോട് ചേർത്തുകൊണ്ട് അതിനെ ശക്തിപ്പെടുത്തുന്ന വിധത്തിൽ തന്നെ അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന് ആകാശഭൂമികളിലെ അദൃശ്യം മൊത്തം അറിയാം, അതേപോലെ അവന്റെ ശക്തി, കഴിവ്, അത് അന്ത്യനാൾ കൊണ്ടുവരാൻ മാത്രം പര്യാപ്തമായതാണ്. നിമിഷനേരം കൊണ്ട് അന്ത്യനാൾ കൊണ്ടുവരാൻ പറ്റുന്നതാണ് പടച്ചവന്റെ കഴിവ്. അതേസമയത്ത് ഇവരുടെ ദൈവങ്ങൾ എന്ന് പറയുന്ന ആ വസ്തുക്കൾക്ക് എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവകൾക്ക് അള്ളാഹുവിനോട് തുലനമുണ്ട്, സാമ്യമുണ്ട് എന്നോ ഇവകൾക്ക് കൂടി അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ആരാധനകൾ അർപ്പിക്കണമെന്നോ പറയുന്നത് ശുദ്ധ തോന്യാസമാണ് എന്നാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർള്, അള്ളാഹുവിന് ആകാശഭൂമികളിലുള്ള അദൃശ്യങ്ങളുണ്ട്. ഗൈബ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബഹുമാനപ്പെട്ട ഇമാമുമാർ രേഖപ്പെടുത്തുന്നത്, ഗൈബ് എന്ന് പറഞ്ഞാൽ ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം, അൽ ഖഫിയ്യുല്ലദീ ലാ യുദ്രികുഹുൽ ഹസ്സു വലാ യഖ്തലീഹി ബദാഹത്തുൽ അഖൽ.
പഞ്ചേന്ദ്രിയങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത പ്രഥമ ബുദ്ധി അത്തരമൊരു സംഗതി അംഗീകരിക്കാത്ത അല്ലെങ്കിൽ അത് തേടാത്ത വിധത്തിലുള്ള അവ്യക്തമായ കാര്യങ്ങളാണ് ഗൈബ് എന്ന് പറയുന്നത്. അദൃശ്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരാൾക്ക് കാണാത്തത് എന്നല്ല, അത് നമ്മൾ സാധാരണ എന്റെ ദൃശ്യത്തിലില്ലാത്തത് എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയത്ത് 5 ഇന്ദ്രിയങ്ങളാണ് സാധാരണ അറിവിന് പ്രധാനപ്പെട്ട ഘടകങ്ങളായി നമ്മൾ ഉപയോഗിക്കുക. ഈ ഇന്ദ്രിയങ്ങൾ എല്ലാ ജീവികൾക്കുമുണ്ട്. ആ ജീവികളിൽ ചിലതിന് ചിലപ്പോൾ മനുഷ്യരെക്കാൾ ശക്തമായ വിധത്തിലും അതുണ്ടാകും എന്ന് നമുക്കറിയാം. ഇപ്പം മണം, രുചിച്ചറിവ്, തൊട്ടറിവ്, കണ്ടറിവ്, കേട്ടറിവ്, പിന്നെ ഇങ്ങനെയുള്ള അറിവുകളുണ്ടല്ലോ. ഈ 5 അറിവുകൾ, ആ അറിവുകളിൽ നിന്ന് ഓരോന്നിനെയും നമ്മൾ വിശകലനം ചെയ്താൽ ചിലപ്പോൾ മനുഷ്യനേക്കാൾ ഇതിലൊക്കെ കഴിവുള്ളവരുണ്ടാവും. ഉദാഹരണമായിട്ട് നിങ്ങൾ നോക്കൂ, മണത്തറിയുക, സ്മെല്ല് പിടിച്ച് മനസ്സിലാക്കുക എന്ന കഴിവ് അത് ഏറ്റവും കൂടുതലുള്ള മനുഷ്യനേക്കാളും അതിൽ സജീവമായിട്ട് കഴിവ് തെളിയിച്ചൊരു ജീവിയാണ് നായ. ഇപ്പൊ പോലീസ് നായയുടെയൊക്കെ സ്വഭാവം നമുക്കറിയില്ലേ. അതേപോലെ തന്നെ കാഴ്ച, കണ്ടറിവ് എന്ന് പറയുന്ന ആ അറിവ്, പരുന്തിന്റെ കാഴ്ച എന്തുമാത്രം വിപുലമാണ്. അത് പിന്നെ ഇര പിടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, എത്രമാത്രം സൂക്ഷ്മമായാണ് അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ വിധത്തിൽ പിന്നെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാനുള്ള കഴിവ് മനുഷ്യന്മാർക്കും മറ്റെല്ലാവർക്കും ഉണ്ട്. പലതിനും പല വിധത്തിലുള്ള വ്യത്യസ്തമായ അവസ്ഥയിലുണ്ടാകുകയും ചെയ്യും. എന്നാൽ ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് 5 ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒരു ഇന്ദ്രിയം ഉപയോഗിച്ച്, ഒന്നുകിൽ കണ്ടിട്ട്, അല്ലെങ്കിൽ കേട്ടിട്ട്, അല്ലെങ്കിൽ തൊട്ടിട്ട്, അല്ലെങ്കിൽ മണത്തിട്ട്, അല്ലെങ്കിൽ രുചിച്ചിട്ട്, ഈ 5 ഇന്ദ്രിയത്തിലൂടെ നമുക്ക് അറിവുകൾ ലഭിക്കും. അങ്ങനത്തെ 5 ഇന്ദ്രിയങ്ങൾക്കും വഴങ്ങാത്തത് എന്നാണ് എന്തിന്റെ അർത്ഥം, ഗൈബ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതോടൊപ്പം തന്നെ വലാ യഖ്തളിഹി ബദാഹത്തുൽ അഖ്ൽ, പ്രഥമ ബുദ്ധി അത്തരമൊരു സംഗതി മനസ്സിലാക്കി തരില്ല. അതായത് ഇങ്ങനൊരു സംഗതി ഉണ്ടാവണം എന്നൊരു ബുദ്ധിയിൽ പെട്ടെന്ന് തെളിയുന്നതും അല്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അദൃശ്യം. ഈ നിലക്കുള്ള അദൃശ്യങ്ങൾ എന്ന് പറയുന്നത്, അഥവാ ഇന്ദ്രിയാതീത ജ്ഞാനം എന്ന് പറയുന്ന ഗൈബ്, അത് അള്ളാഹുവിനാകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറയാൻ. എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അറിവിൽപ്പെടാത്തതായിട്ടൊരു സംഗതിയുമില്ല. അപ്പൊ ഗൈബ് എന്ന് പറഞ്ഞാൽ നമ്മിലേക്ക് ചേർത്തിട്ടാണ്, നമുക്കാണ് ഗൈബ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാത്ത സംഗതികളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയും. അപ്പൊ ഇവരുടെ ദൈവങ്ങൾക്കാണെങ്കിലോ, ഇവരുടെ ദൈവങ്ങൾക്ക് ആ ദൈവങ്ങളെ സംബന്ധിച്ച് പോലും ഒരു ധാരണയുമില്ലാത്ത അത്രയും സാധുക്കളും പാവങ്ങളുമാണ്. എങ്കിൽ അള്ളാഹു അങ്ങനെയുള്ളവനല്ല. എങ്കിൽ പിന്നെ ആ അള്ളാഹുവിനെ വിട്ട് ഇവരുടെ ഈ ഒന്നിനും കഴിയാത്ത സാധുക്കളായ ദൈവങ്ങളുടെ പിന്നാലെ കൂടിയിട്ട് എന്തു കാര്യം എന്ന് ബുദ്ധിയുള്ളവൻ ചിന്തിക്കണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. പ്രിയമുള്ളവരെ, അദൃശ്യജ്ഞാനം എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത സംഭവമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക്, അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പരിഗണിക്കുന്നവർക്കൊക്കെ അവൻ ആ അദൃശ്യങ്ങളിൽ നിന്ന് പലതും അറിയിച്ചു കൊടുക്കുന്നതായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. അത് അറിയിച്ചു കൊടുക്കുമ്പോൾ അവരെ അറിയുകയും ചെയ്യും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു തങ്ങൾ ഈ പറഞ്ഞ അദൃശ്യങ്ങളുടെ ഗണത്തിൽപ്പെട്ട എത്ര കാര്യങ്ങളാണ് സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതെന്ന് നമുക്കറിയാമല്ലോ. ഇവ ഒരിക്കൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പല ചോദ്യങ്ങളും പലരും ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലിന് ഈ അനാവശ്യമായ ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് അത് വളരെ മോശമായ ഒരു ശൈലിയാണ്, മോശമായ ഒരു സ്വഭാവമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനത്തെ ചോദ്യങ്ങൾ പലതും വന്നപ്പോ ഒരിക്കൽ റസൂലുള്ളാഹി മിമ്പറിൽ കയറി നിന്നിട്ട് പറഞ്ഞു, സലൂനി അമ്മാ ബദാലക്കും, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചോദിക്കാനുള്ളതെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. ഈ സ്ഥലത്ത് വെച്ച് നിങ്ങൾ എന്നോട് എന്ത് മാറ്റർ ചോദിച്ചാലും ഞാൻ അതിന് ഉത്തരം പറയും എന്ന് നുബുവത്തിന്റെ നാവ് കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു നിങ്ങൾ പറയാണ്. അപ്പൊ ചില കാര്യങ്ങളൊന്നും റസൂലുള്ളാഹിക്ക് അറിയില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ അറിയാൻ അള്ളാഹു അവസരം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു വെല്ലുവിളിയുടെ ഒരു ശൈലിയിൽ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക? അങ്ങനെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് തങ്ങളോട് ചോദിച്ചില്ലേ? സഹാബത്ത് പലതും ചോദിച്ചു. കൂട്ടത്തിൽ ഒരാള് തന്റെ പിതാവ് ആരാണ് എന്ന് സംബന്ധമായിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു
ഒരു അനാവശ്യ സംസാരം എന്ന് പറഞ്ഞാൽ പിതാവിനെ സംബന്ധിച്ചൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഈ ഗോൾഡൻ ചാൻസ് ഉപയോഗപ്പെടുത്തി. എങ്ങനെ? മൻ അബി യാ റസൂലല്ലാഹ്, എന്റെ വാപ്പ ആരാണ് എന്ന് ചോദിച്ചു. അബൂക ഹുദാഫ, നിന്റെ പിതാവ് ഹുദാഫയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അറിയപ്പെടുന്ന ആള് അത് തന്നെയാണ്, ശരിക്കുള്ള പിതാവ് തന്നെയാണ് നിന്റെ വാപ്പ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഡിക്ലെയർ ചെയ്യുകയുണ്ടായി എന്നൊക്കെ നമുക്ക് കാണാം. അപ്പൊ അന്ന് മുത്തനബിന്റെ ചലഞ്ചാണ് എന്ത്? നിങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ മറുപടി പറയും, ഏത് വിഷയം ചോദിച്ചാലും പറയും. അത് നബി തങ്ങൾ ഒരിക്കലും തന്നെ തന്റെ സ്വന്തം വകയായിട്ടൊരു ബടായി പറയണതല്ലോ, അള്ളാഹുവിൽ നിന്നുള്ള അനുമതിയോട് പറയല്ലേ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് അദൃശ്യങ്ങളും, സാധാരണഗതിയിൽ 5 അദൃശ്യങ്ങളെ സംബന്ധിച്ച് ആർക്കും അറിയില്ല എന്ന് പറയാറുണ്ടെങ്കിലും ആ 5 അദൃശ്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ നിന്ന് അവൻ പരിഗണിക്കുന്നവർക്ക് അറിയിച്ചു കൊടുക്കുകയും അവരത് അറിയുകയും ചെയ്യുന്നതിന് ഒരു തടസ്സമല്ല. കാരണം എന്താ? ബഹുമാനപ്പെട്ട ഖുർആൻ സൂറത്തുൽ ജിന്നിൽ പറഞ്ഞത് കാണാം, ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദൻ ഇല്ലാ മൻ ഇർതളാ മിർ റസൂലിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അദൃശ്യം അറിയുന്നവൻ. ആ അദൃശ്യങ്ങളുടെ മേലിൽ അല്ലാഹു തആല വെളിപ്പെടുത്തുകയില്ല ഇല്ലാ മൻ ഇർതളാ, അവൻ തൃപ്തിപ്പെട്ട ആളുകളെ ഒഴിച്ച്, മിർ റസൂലിൻ, പ്രവാചകന്മാർ തുടങ്ങിയ അല്ലാഹു പൊരുത്തപ്പെട്ട തൃപ്തിപ്പെട്ട ആളുകൾക്കല്ലാതെ ആ അദൃശ്യം അല്ലാഹു വെളിപ്പെടുത്തി കൊടുക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറയുന്നു. അപ്പൊ അദൃശ്യം അല്ലാഹു തആല ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കും? അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ പ്രവാചകന്മാർക്ക്, അതേപോലെ തന്നെ ആ പ്രവാചകന്മാരെ പിന്തുടർന്ന് ജീവിക്കുന്ന മഹാന്മാർക്കും അതിന്റെ തുടർച്ച എന്നോണം അത് അറിയിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ അറിയിച്ചു കൊടുത്താൽ അവരറിയുന്നതിനും ഒരു തടസ്സമല്ല, ഇസ്ലാമികമായും തടസ്സമല്ല, ബുദ്ധിപരമായും തടസ്സമല്ല. കാരണം എന്താ? അല്ലാഹു തആല നൽകാൻ തീരുമാനിച്ചാൽ പിന്നെ അത് കൊടുക്കാൻ പാടില്ല എന്ന് ഇവിടെ ആരെങ്കിലും വെറുതെ ഒച്ചിട്ടിട്ട് കാര്യമുണ്ടോ? ആരെങ്കിലും അതിന് പിന്നെ നിഷേധിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പൊ അദൃശ്യം അല്ലാഹു അല്ലാതെ അറിയില്ല എന്ന് ഖുർആനിലുണ്ട്. അതേ ഖുർആനിൽ തന്നെയാണല്ലോ അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അറിയിച്ചു കൊടുക്കുന്നുള്ളത്. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അറിയിച്ചു കൊടുക്കും, അപ്പോൾ അവരറിയും. അല്ലാതെ അറിയില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അല്ലാതെ അറിയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സ്വതന്ത്രമായ കഴിവുകൊണ്ടും സ്വന്തമായ അടിസ്ഥാനത്തിലും അള്ളാഹുലേക്ക് ആശ്രയിക്കാതെ മറ്റൊരാൾക്കും അറിയില്ല എന്നർത്ഥം വെച്ചാൽ മതിയല്ലോ. അതേസമയത്ത് അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുമെന്ന് പറയുന്നു ഖുർആൻ തന്നെ സൂറത്തുൽ ജിന്നിൽ. അങ്ങനെ അറിയിച്ചു കൊടുത്താൽ അറിയുന്നതിനൊരു തടസ്സമല്ല എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇவ்விധത്തിൽ ഒരു ചലഞ്ച് പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അപ്പൊരാൾ ഏതാൾ എന്ത് ചോദിച്ചാലും, ചോദ്യം എന്താ നേരത്തെ എന്ത് ചെയ്തിരുന്നല്ലോ, കണക്കൂട്ടുന്നില്ലല്ലോ. അപ്പൊ ഏത് ചോദ്യവും വരാം, ഏത് ചോദ്യം വന്നാലും അതിന് മറുപടി ഞാൻ പറഞ്ഞിരിക്കും എന്ന മുത്തുനബിന്റെ പ്രോമിസ് ഉണ്ടായിട്ട് അള്ളാന്റെ റസൂൽ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അവിടുത്തെ പ്രവാചകർ എന്ന് പറയുന്ന ആ സ്ഥാനം തന്നെ വല്ലാത്തൊരു ചോദ്യചിഹ്നമായി മാറൂലേ? എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അത്ര ഒരു ഉറപ്പ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിൽ അല്ലാഹു ഇഷ്ടപ്പെട്ട പ്രവാചകന്മാർ തുടങ്ങിയവർക്ക് അദൃശ്യങ്ങൾ അറിയിച്ചു കൊടുക്കുമെന്ന് അല്ലാഹു പറയുകയും ചെയ്താൽ ഇന്നതേ അറിയാവൂ ഇന്നത് അറിഞ്ഞുകൂടാ എന്ന അർത്ഥത്തിൽ വിവേചനം വരുത്തേണ്ട ഒരു കാര്യമല്ല. എല്ലാം അറിയിച്ചു കൊടുക്കുന്നതിനൊരു തടസ്സവും ഇസ്ലാമിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ അദൃശ്യങ്ങളൊക്കെ പ്രവാചകന്മാരറിഞ്ഞാലും അതറിഞ്ഞതുകൊണ്ട് ഇവരാരും അല്ലാഹു ആകാനും പോണില്ല. മനസ്സിലായില്ല? അങ്ങനെ ബേജാറാവണോ? വേണ്ടല്ലോ. കാരണം എന്താ? അല്ലാഹുവിന്റെ അറിവ് ഇസ്തിഖ്ലാലൻ, മറ്റാരൊന്നും സമ്പാദിക്കാതെ സംഭരിക്കാതെ സ്വന്തമായുള്ള അറിവാണ്. അതേസമയത്ത് മറ്റുള്ളവരുടെ എല്ലാ അറിവും അതെത്ര വലിയ ഉന്നതനായാലും അല്ലാഹു തആല നൽകിയിട്ട് കിട്ടുന്ന അറിവാണ്. അതോടുകൂടെ ദൈവവും ദൈവത്തിന്റെ കീഴിലുള്ളവരും തമ്മിൽ വേർപിരിഞ്ഞില്ലേ? അടിമയും ഉടമയും തമ്മിൽ വ്യത്യാസമായില്ലേ സുഹൃത്തുക്കളെ? പിന്നെ എങ്ങനെയാണ് ഇത് കമ്പയർ ചെയ്യലാണെന്ന് പറയാ? അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ അദൃശ്യങ്ങൾ അറിഞ്ഞു എന്നോ അല്ലെങ്കിൽ പറഞ്ഞു എന്നോ പറയുന്നത് ഒരിക്കലും തന്നെ ഇതിനൊന്നും എതിരല്ല നമ്മൾ മനസ്സിലാക്കണം. ഇത് ഉൾക്കൊള്ളാനാവാതെ ചില സാധുക്കൾ വെറുതെ ജനങ്ങളുടെ മുന്നിൽ അനാവശ്യമായ തർക്കങ്ങളും അതേപോലെ തന്നെ വാഗ്വാദങ്ങളും ഉണ്ടാക്കാറുണ്ട്. എന്തിനാണ് അതിന്റെ ആവശ്യം എന്ന് മനസ്സിലാവണില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അദൃശ്യമറിയുന്നവൻ മാത്രമല്ലല്ലോ, ദൃശ്യമറിയുന്നവനും അവനാണെന്നുള്ള ആലിമുൽ ഗൈബി വശഹാദ എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ഈ ദൃശ്യവും അല്ലാഹു തആല നമുക്ക് കഴിവ് തന്നാലല്ലാതെ നമുക്ക് അറിയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അദൃശ്യം അങ്ങനെ തന്നെയാണ്. അല്ലാഹു അറിയിച്ചു കൊടുത്താൽ അറിയും. പക്ഷെ ദൃശ്യം അദൃശ്യവും തമ്മിലുള്ള വ്യത്യാസം എന്താ? അദൃശ്യം അല്ലാഹു തആല പൊരുത്തപ്പെട്ടവർക്കേ അറിയിച്ചു കൊടുക്കൂ എന്ന ഒരു വ്യത്യാസമുണ്ട്. അതാണ് വ്യത്യാസം. അങ്ങനെ അറിയിച്ചു കൊടുക്കുന്ന സംഭവങ്ങൾ
അവർക്ക് അറിയിച്ചു കൊടുക്കുമെന്നും അത് അവർ അറിയുമെന്നും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ പറയാത്ത എന്തെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ച് അങ്ങനെ അദൃശ്യം അറിയുമെങ്കിൽ എന്തേ ഇത് അറിയാതിരുന്നത് എന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ശുദ്ധ ബോഷ്കാണ്. കാരണം എന്താ, അറിയുന്നതെല്ലാം പറഞ്ഞോളണമെന്നൊന്നുമില്ല, എല്ലാതും ഒരാൾ പറയാത്തതൊക്കെ അയാൾക്ക് അറിയാത്തത് കൊണ്ടാണ് എന്നൊക്കെ അർത്ഥം വെക്കുന്നത് എന്തുമാത്രം മോശമായിട്ടുള്ള ഒരു നിലപാടാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ കണ്ടില്ലേ, ഒരു ഹദീസിൽ നമ്മൾ കാണാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു യുദ്ധം കഴിഞ്ഞു വരുമ്പോൾ സഹാബത്തിനോട് പറഞ്ഞു മദീനയിൽ ഒരു ജൂതൻ മരണപ്പെട്ടിട്ടുണ്ട് എന്ന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അപ്പൊ തന്നെ സഹാബത്തിനോട് പറയാണ്, എന്ത്, എന്റെ ഒട്ടകം എവിടെ പോയി നിന്ന് തെരഞ്ഞു നോക്കൂ. അപ്പോ അവർ ഈ മുനാഫിക്കുകൾ എന്ന് പറയുന്ന ഒരു ടീമുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിന്റെ നേതൃത്വത്തിൽ. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കാൻ എന്തെങ്കിലും പഴുതുണ്ടോ എന്ന് തെരഞ്ഞു നടക്കുന്ന പണിയാണ് അവർക്ക്. അപ്പൊ അവരെന്ത് ചെയ്തു, ഒരു കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, അലാ തഅജബൂന മിൻ അംരി ഹാദർ റജുൽ, ഈ മുഹമ്മദ് നബിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? മദീനത്ത് മരിച്ച ഒരാൾ മരിച്ചു എന്നുള്ള വിവരം ഇവിടുന്ന് മുഹമ്മദ് നബി ഡിക്ലെയർ ചെയ്യുന്നു. എന്നാ വലായതിരി അതിന് അദ്ഹബനാഖത്തു, ഒട്ടകം എവിടെ പോയി നൂപ്പർക്കോട്ട് അറിയണില്ല. ഇവിടെ വാസ്തവത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എന്തെങ്കിലും പറയാനുള്ള ദോഷൈക തെറുക്കുകളുടെ സ്വഭാവം അല്ലെങ്കിൽ മദീനത്തുള്ള ഒരു സംഗതി മുത്തുനബി ഇവിടുന്ന് പറഞ്ഞു എന്നുള്ളതല്ലേ ഇവിടെ അത്ഭുതം, അതല്ലേ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അതിന് പകരം തൊട്ടപ്പുറത്ത് എവിടെയുള്ള ഒട്ടകം അറിഞ്ഞില്ല എന്നുള്ള ആ നെഗറ്റീവ് പ്രൊജക്ട് ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് സഹാബത്തെ വിവരം എത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഒട്ടകം എവിടെയാ നിൽക്കണമെന്ന് എനിക്ക് അറിയാത്തോണ്ടല്ല, അതിനെ തെരഞ്ഞതിന്റെ വകയിൽ എന്റെ സഹാബത്തിന് കൂലി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്റെ ഒട്ടകം മിന്നാലിന്റെ മരത്തിൽ അതിന്റെ കടിഞ്ഞാൺ കുടുങ്ങിയിട്ട് നിൽക്കുന്നുണ്ട്. ആ കടിഞ്ഞാൺ കുടുങ്ങി നിൽക്കുന്ന ഒട്ടകത്തെ അവിടുന്ന് വേർപ്പെടുത്തിങ്ങൾ കൊണ്ടുവന്നാൽ മതി. അപ്പൊ നിങ്ങൾ നോക്കൂ, എവിടെയാണ് ഒട്ടകം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരയാൻ പറഞ്ഞപ്പോ തങ്ങൾക്ക് അത് അറിയില്ല എന്ന് മനസ്സിലാക്കിയ ആ കപടന്റെ അതേ മനസ്ഥിതിയാണ് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ ചില സുഹൃത്തുക്കൾ വെച്ച് പുലർത്തുന്നത് എന്ന്, അഥവാ അബദ്ധജടിലമായ വിശ്വാസത്തിലാണ് ചെന്നുപെട്ടത് എന്ന് മനസ്സിലാക്കുകയും അടിയന്തരമായും പാരമ്പര്യ വിശ്വാസത്തിന്റെ വിശുദ്ധിയിലേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ച് അവർ ആലോചിക്കുകയും വേണമെന്ന് കൂടി ഞാനിവിടെ സൂചിപ്പിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ആകാശഭൂമിയിലുള്ള അദൃശ്യങ്ങളെല്ലാം അള്ളാഹുവാണ് അറിയുന്നത്, അള്ളാഹുവിനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് പടച്ചോൻ പറഞ്ഞു, ഒമാ അമ്രു സഅത്തി, അന്ത്യനാളിന്റെ കാര്യമല്ല ഇല്ലാ കലംഹിൽ ബസർ, കണ്ണിമ വെട്ടുന്നത് പോലെ അല്ലാതെ അല്ല, ഔ ഹു അക്രം, അല്ലെങ്കിൽ അതിനേക്കാളും അടുത്തിട്ടല്ലാതെ അല്ല എന്ന് പറഞ്ഞാൽ ഒരു കൺപോള അടച്ചത് തുറക്കുക അല്ലെങ്കിൽ തുറന്നത് അടക്കുക, അതിന് പോട്ട് സമയം വേണോ? അല്ലെങ്കിൽ അതിനേക്കാളും പെട്ടെന്ന് അന്ത്യനാൾ ഉണ്ടാകും. അന്ത്യനാൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അന്ത്യനാൾ ഇന്ന സമയത്ത് ഉണ്ടാക്കണമെന്ന് അവൻ തീരുമാനിച്ചാൽ ആ തീരുമാനിക്കുന്നതിനോടുകൂടെ തന്നെ അത് ഉണ്ടാവുകയാണ്. കാരണം എന്താ, എന്തൊരു കാര്യം തീരുമാനിച്ചാലും കുൻ എന്ന ബട്ടനല്ലേ അതിനുള്ളത്, അഥവാ അത് ഉണ്ടാവുക എന്ന് പടച്ചവന്റെ ഒരൊറ്റ ഉത്തരവ് മതി. ആ ഉത്തരവോടുകൂടെ ആ സംഗതി ഉണ്ടായിരിക്കും. അതാണ് അള്ളാഹു പറയുന്നത്, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിശ്ചയം അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇങ്ങനെ കഴിവുള്ള അള്ളാഹു തആലയും ഒന്നിനും കഴിയാത്ത ഈ കല്ലുകളും അതൊക്കെ ദൈവം ആകുന്ന വിഷയത്തിൽ സമാണ് എന്ന് പറഞ്ഞാൽ അതിനും വലിയ തോന്യാസം എന്താണ് എന്നാണ് വാസ്തവത്തിൽ ബഹുമാനപ്പെട്ട ഖുർആൻ ചോദിക്കുന്നതിന്റെ ചുരുക്കം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ ഉമ്മമാരുടെ ഉദരങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു. ലാ തഅലമൂന ശൈആ, നിങ്ങൾ ഒന്നും അറിയാത്തവരായ നിലക്ക് ഭൂമിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടോ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, അള്ളാഹു തആല നിങ്ങൾക്ക് കണ്ണും കാതും അതേപോലെ തന്നെ മനസ്സും അള്ളാഹു സംവിധാനിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിന്താശേഷിയുണ്ടായി, കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കാനും വിഷയങ്ങൾ കേട്ടുപഠിക്കാനുമൊക്കെയുള്ള അവസരങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തന്നു. അതിലൂടെ വിജ്ഞാനത്തിന്റെ ഉന്നതമായ സോപാനത്തിലേക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള സാഹചര്യമുണ്ടായി. എന്തിനാണ് ഇത്രയും വലിയ അനുഗ്രഹം അള്ളാഹു നിങ്ങൾക്ക് തന്നത്? ലഅല്ലക്കും തഷ്കുറൂൻ, ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നിങ്ങൾ നന്ദി ചെയ്യുന്നവരാവാൻ വേണ്ടിയാണ്. അതിനു പകരം നിങ്ങൾ ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചിട്ടും അനുഭവിച്ചിട്ടും അതൊക്കെ നൽകിയ അള്ളാഹുവിനെ വിസ്മരിക്കുകയോ അവനെ ധിക്കരിക്കുകയോ ചെയ്തു പോകുന്നത് എന്തുമാത്രം ബുദ്ധിശൂന്യതയാണ്, നന്ദികേടാണ് എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. എന്നിട്ട് അള്ളാഹു തആല ഒരു തെളിവ് കൂടി പറയുന്നു അവന്റെ ഖുദ്റത്തിന്റെ. അലം യറവ്, അവർ നോക്കുന്നില്ലയോ ഇല തൈരി, പക്ഷികളിലേക്ക്, മുസഖറാത്തിൻ ഫീ ജവ്വിസ്സമാ, ആകാശങ്ങളുടെ വിഹായുസിൽ, ആകാശമണ്ഡലങ്ങളിൽ അവകളെ ഇങ്ങനെ കീഴ്പ്പെടുത്തപ്പെട്ട നിലക്ക് അവകളിങ്ങനെ സഞ്ചരിക്കുന്നു അല്ലേ. അന്തരീക്ഷത്തിലൂടെ പറവകളിങ്ങനെ പറന്നു കളിക്കുന്നുണ്ട്. അവകൾക്ക് ഇരിക്കാൻ ഒരു പ്രത്യേകമായ സ്ഥലമോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ലാതെ ചിറകടിച്ച് പറന്നുകൊണ്ട് നടക്കുന്നുണ്ട് അവകൾ. എന്നാൽ ആ അന്തരീക്ഷത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന പറവകൾ മായുംസിക്കുഹുന്ന ഇല്ലല്ലാഹ്,
അവകളെ പിടിച്ചു നിർത്തുന്നവൻ അള്ളാഹു മാത്രമാകുന്നു. അള്ളാഹുവാണ് അവകളുടെ ബാലൻസ് സംവിധാനിച്ചത്. എന്നിട്ട് ആ ചിറകുകൾ ഉപയോഗിച്ച് സഞ്ചരിക്കാൻ, അന്തരീക്ഷത്തിലൂടെ പറക്കാൻ അള്ളാഹുകൾക്ക് കഴിവ് കൊടുത്തു. അങ്ങനെ പറവകൾ പറക്കുന്നു. അതേസമയത്ത് ആ പറവകളെപ്പോലും നിയന്ത്രിക്കുന്ന മനുഷ്യന് അவ்விധത്തിൽ പറക്കാൻ സാധിക്കുന്നില്ല. അഥവാ ഓരോ ജീവികൾക്കും അതിന്റേതായിട്ടുള്ള സ്വഭാവങ്ങൾ പടച്ചവൻ നൽകുന്നതാണ്. ഈ ഖുദ്റത്ത് മനസ്സിലാക്കിയിട്ട് അവന്റെ ഉന്നതമായ മഹത്വത്തെക്കുറിച്ച് ഉൾക്കൊള്ളാൻ എന്തുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യൻ തയ്യാറാകുന്നില്ല? ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യുഅ്മിനൂൻ. നിശ്ചയം സത്യവിശ്വാസികളായ സമൂഹത്തിന് ഇതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട്. അള്ളാഹുവിന്റെ കഴിവിനെ മനസ്സിലാക്കാൻ, അവന്റെ പവർ മനസ്സിലാക്കാൻ, ആ അള്ളാഹുവിന്റെ അടിമയാണ് ഞാനെന്ന ബോധത്തിലേക്കെത്താൻ, അവന്റെ കൽപ്പനകളെല്ലാം സ്വീകരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയിലേക്കെത്താൻ, അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കാനും ആദരിക്കാനും ഒക്കെ അവന്റെ മനസ്സ് പാകപ്പെടുത്തുന്നതാണിത്. റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.